ഇതേ സ്വപ്നം കട്ടിയാണ് കേട്ടോ. എന്താ സാറേ? ബില്ല്. വിഷുവൊക്കെ അല്ലേ സാറേ? ആ അപ്പൊ വിഷുക്കത്തിയാണല്ലേ? എന്നാ എല്ലാം എടുത്തോ. ഒന്നും മറന്നിട്ടില്ലല്ലോ? ഇല്ല. ഇത്തവണ വിഷു ரொம்ப കേമം പോലെ இருக்கே. സന്തോഷിന്റെ കത്ത് വന്നിരുന്നേ. അപ്പടിയാ? അങ്ങ് എന്നാ പണി? അവനോട് വലിയ പോസ്റ്റിലാ. ഓഫീസിൽ പോകാനും വരാനും കാറുണ്ടത്രേ. പിന്നെ താമസിക്കാൻ പ്രത്യേകം മംഗളാവും. മാധവേട്ടന്റെ ഭാഗ്യം. അതെ അതെ. ഇനി വണ്ടി ഓടിക്കാൻ പോകും നിർത്തിക്കൂടെ? മരിക്കുന്നവരെ ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് ആഗ്രഹം. അതല്ല, മക്കളൊക്കെ ഒരു പൊസിഷൻ ആകുമ്പോ അവരെ സ്റ്റാറ്റസ് നോക്കണ്ടേ? KRCയുടെ മരുമ എന്റെ അച്ഛൻ എന്നൊക്കെ പറയുമ്പോ. ആരുടെ മരുമോനായാലും അവൻ എന്റെ മോനല്ലേ. നന്നാവട്ടെ. അത്യാവശ്യത്തിന് 10 രൂപ വായ്പയെങ്കിലും ചോദിക്കാമല്ലോ. വായി മുണ്ടടി. എന്തായാലും ഇനിയിപ്പോ ആ വീട്ടിൽ ഞങ്ങൾ അധികം നാളില്ലല്ലോ. മേക്കൂരുടെ പണി തീർന്ന ഉടനെ ഞങ്ങൾ അങ്ങോട്ട് മാറാൻ പോവാണ്. സത്യം പറഞ്ഞാ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലെ അവസാനത്തെ വിഷയം ഇത്. അപ്പൊ ആഘോഷമായിട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എല്ലാം ദൈവം നടത്തും. വരട്ടെ. കൈ കൊണ്ട് വാരിയിടാതെ അത് പൊടിഞ്ഞു പോകും. 5 കിലോ വാഴയ്ക്ക് വാങ്ങിച്ചിട്ട് ഇത്രയുള്ളോ? ആ പിന്നല്ലാതെ. എന്നാലും കിലോയ്ക്ക് 8 രൂപ എന്ന് പറഞ്ഞാ കഷ്ടം തന്നെ. അമ്മയ്ക്ക് തോന്നുന്നതാ. ഈ വിലയ്ക്ക് മനുഷ്യരവിടെ ഇടിയാ. അത് മൂടി വെക്കാൻ. ദേ അച്ഛൻ. എവിടെ അവൻ? ഓ എന്തേ? 2 ട്രെയിൻ വന്നു, 2ലും ഇല്ല. ശരിക്കും നോക്കിയോ? എന്റെ കണ്ണിന് അത്രയ്ക്ക് കാഴ്ചക്കുറവൊന്നും ആയിട്ടില്ല. കേട്ടോച്ചാ, അവനെ കൽക്കട്ടയിലെ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും ഒക്കെ കഴിച്ചിട്ടേ അമ്മയെ പോലൊരു ഗുണ്ടുമണിയായി കാണും. അതായിരിക്കും അച്ഛന് തിരിച്ചറിയാത്ത. ഓടി അവിടുന്ന്. എന്റെ മക്കൾ 7 മൈൽ അകലെ നിന്നാലും നടപ്പ് കണ്ടാ എനിക്കറിയാം. ചിലപ്പോ ഇരിക്കുകയായിരുന്നെങ്കിലോ? ഇരിക്കുകയാണെങ്കിൽ കൊന്നുകളയുന്നില്ല. ഇനി ഇപ്പൊ എന്തായാലും ഉച്ചയൂണിന് അവൻ എത്തുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ കഴിക്കേ. ഇനിയിപ്പൊ അവനോട് വരട്ടെ, അല്ല അവന് വിഷമാകും. കൃത്യം 12 മണിക്ക് തന്നെ ഊണ് കഴിച്ചോണ്ടൊന്നും നിയമമൊന്നും ഇല്ലല്ലോ. 3 മണിക്ക് ഒരു പരശുരാം എക്സ്പ്രസ് വരാനുണ്ട്, അവിടെ നോക്കാം. ആരായി ഉണ്ണിയപ്പുണ്ടാക്കിയ? ഞാനാ. എങ്ങനെയുണ്ട്? തീരെ നന്നായിട്ടുണ്ട്. നിന്നെ പോലെ തന്നെ ഇരിക്കുന്നു. ഓടി ഉണ്ണിയപ്പി. നീ ആ മുതലാളിയുടെ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്ത് നോക്ക്. അവൻ അവിടെ വല്ലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലോ? എന്നെ കൊണ്ട് മേലമ്മേ, അയാൾ എന്തെങ്കിലും വഴക്ക് പറയും. ഏയ്, വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞാ മതി. ദേ പൊന്നിട്ടുചാന്റെ കടയിലേ 2 രൂപയാ ലോക്കൽ കോള് വിളിക്കാൻ. ഓ, നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് 2 രൂപ അങ്ങോട്ട് ഇടടി, പിന്നെ തരാം. നോക്കട്ടെ. എന്തായി? എപ്പോഴാ വരണേന്ന് പറഞ്ഞു? ചോദിച്ചത് കേട്ടില്ലേ? അവൻ എപ്പോഴേ വന്നു കഴിഞ്ഞമ്മേ. വന്നു? ആ, പ്ലെയിനിലാ വന്നെന്ന്. അമ്മ എങ്ങോട്ടാ? അച്ഛൻ വന്ന ഈ കാര്യമൊന്നും പറയണ്ട. ഊണ് വിളമ്പി കൊടുത്തേക്ക്. അമ്മ അവനെ കാണാൻ പോവാ? സന്ധ്യയാകാറായമ്മേ. ഈ നേരത്ത്? ഞാൻ ഉടനെ വന്നേക്കാം. അമ്മ എന്താ ഇവിടെ? പ്രതീക്ഷിച്ചില്ല അല്ലേ? ദീപയുടെ സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ട്. എന്തിനാ ഈ വേഷത്തില് കാക്കാലത്തിയെ പോലെ? വെളുപ്പാങ്കാലം മുതല് പൊന്നാരമോൻ വരുന്നത് നോക്കി റെയിൽവേ സ്റ്റേഷനിൽ കാത്തുകിടക്കുക അച്ഛൻ. ഞാൻ പ്ലെയിനിലാ വന്നത്. ഓ, പറന്നാണ് വരുന്നതെന്ന് അറിഞ്ഞില്ല. ദീപയുടെ അച്ഛന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് എനിക്ക് പെരുമാറാതിരിക്കാൻ ഒക്കുവോ? അച്ഛനെ പോലെ ഞാനും ഉത്തരവാദിത്തം തെണ്ടി അടക്കണമെന്നാണോ? വിസ്തരിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. വലിയ വീട്ടിലെ മരുമകനായപ്പോ നിനക്ക് ഞാൻ കാക്കാലത്തിയായി. അച്ഛൻ തെണ്ടിയായി അല്ലേടാ? അങ്ങനെ തെണ്ടിട്ടാ നീയൊക്കെ ഇത്രയായത്. ഞാനൊന്നും മറന്നിട്ടില്ല. അമ്മയ്ക്കറിയോ, ദീപയുടെ അച്ഛൻ്റെ അടുത്ത് 25,000 ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അച്ഛന്റെ കയ്യിലിരിക്കുന്ന ആധാരം വെറുതെ ഒന്ന് ഏൽപ്പിച്ചാൽ മാത്രം മതി. ആധാരം കൊടുത്താലാണെങ്കിൽ 1000 പലിശക്കാരുണ്ടടാ ഈ നാട്ടില്.
നന്ദി കെട്ടവനെ, ഞാൻ മരിച്ച എന്റെ ശവം കാണാൻ പോലും നീ വരരുത്. ഒന്ന് നിക്കണേ. നിങ്ങളെ ഇവിടെ പ്രതീക്ഷിച്ചില്ല. തന്ത വരുമെന്നാ കരുതിയത്. എന്റെ മോളെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത ആളാ. അതിന്റെ വിഷമം അയാളൊന്ന് അറിയട്ടെ. ഇല്ലെങ്കിൽ KRCയുടെ മനസ്സിന് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. എന്ത് ചെയ്യാനാ? അങ്ങനെ അങ്ങ് ആയിപ്പോയി. പകരത്തിന് പകരമായി ചെന്ന് അയാളോട് പറഞ്ഞേരെ. താൻ ഈ സന്ധ്യക്ക് എവിടെ പോയതാ? എങ്ങോട്ടുമില്ല. സന്തോഷം എത്തിയില്ല. വൈകുന്നേരം ബൊക്കാറെന്നോ മറ്റോ പറഞ്ഞൊരു ട്രെയിനുണ്ട്. അത് 4-5 മണിക്കൂർ ലേറ്റുവാ. ഇനി പാതിരാത്രിക്കെങ്ങാനും സ്റ്റേഷനിൽ വന്നിറങ്ങി അവൻ കിടന്ന് ചുറ്റുമെന്നാ എന്റെ പേടി. കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ, വന്നോളൂ. അച്ഛൻ ഊണ് കൊടുത്തോ? ഊണ് കഴിക്കാൻ ഞാൻ പറഞ്ഞതാ, കേക്കണ്ടേ? നല്ലൊരു ദിവസമായിട്ട് താരം കൂടി ഇല്ല, പിന്നെ എങ്ങനെ അടുവും? എല്ലാരും എന്നും ഉണ്ടാവോ? തനിക്കെന്താ ഒരു വല്ലായ്മ പോലെ? ഒന്നുമില്ല മോളെ, ചോറെടുത്ത് വയ്ക്കേ. കാത്തിരുന്ന് വിശപ്പ് കിട്ടും. എനിക്ക് ഇത്തിരി കഞ്ഞോളം മതി. എന്താ മോളെ? ഇപ്പോ തലചുറ്റില് തോന്നുന്നുണ്ടോ? ഇപ്പൊ അസുഖമൊന്നും തോന്നണില്ല. ഞാൻ വീട്ടിൽ പൊയ്ക്കോട്ടെ? കൊണ്ടുപോണോ? പോകാമെങ്കിൽ പോണേന് വിരോധമില്ല. പക്ഷെ വീട്ടിൽ പോയാലും റെസ്റ്റ് എടുക്കണം. ആ, ബോഡി വളരെ വീക്കാ. പ്രഷറിന് വേരിയേഷൻ ഉണ്ട്, സൂക്ഷിക്കണം. ആ, ഓവർ ടെൻഷനോ എക്സൈറ്റഡോ ഒന്നും ആകാൻ പാടില്ല. മരുന്ന് കുറിച്ച് തരാം, അത് മുടങ്ങാൻ കൊടുക്കണം. കൊടുക്കാം. ബോഡി വളരെ വീക്കാ. പ്രഷറിന് വേരിയേഷൻ ഉണ്ട്, സൂക്ഷിക്കണം. ആനയുടെ പിരിവ് പോകുന്നു. ഞാനതിന് തിരികെ ശരിയാക്കുമായിരുന്നു. നീ ആരാ? കൊല്ലന്റെ മോളോ? അച്ഛൻ കൊല്ലനാ. ഞാനങ്ങനെ പറയില്ലാന്ന് പറയായിരുന്നു. ഇങ്ങനെ തല്ലി കൊട്ടിയാവുന്നു, അത് ശരിയാവാൻ പോണില്ല. പുതിയ 2 സ്ക്രൂ വാങ്ങിക്കച്ചാ. ഇത് തന്നെ ശരിയാക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. മാധവേട്ടാ, ആ, എന്താ ശരി? വീടിന്റെ ബാക്കി പണി തീർക്കണ്ടേ? പിന്നെ തീർക്കണ്ടേ? ആ, ഇനി ഇപ്പൊ എന്നാ? വയ്യ പണിക്കാരെ കിട്ടാൻ വലിയ പാടാ. മഴക്കാലമാ വരാൻ പോണത്. അതിനു മുമ്പേ മേക്കൂര കയറ്റിയില്ലെങ്കിൽ ഇതുവരെ ചെയ്ത പണി മുഴുവൻ പാഴാകും. എന്നെ കണ്ടില്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞ് ഏൽപ്പിച്ചാ മതി. എന്തായാലും ഇനി അധികം വയ്യരുത്. അപ്പോ ഞാൻ പോട്ടെ. അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ. ഉത്തമേട്ടനോടൊന്ന് ചോദിച്ചു നോക്കൂടെ? അവന്റെ കയ്യിൽ എവിടുന്നാ പണം? അതെ, ഊർമിളേച്ചിയുടെ കയ്യിൽ നെക്ലസ് ഉണ്ടല്ലോ, അതൊന്ന് തരാൻ പറഞ്ഞൂടെ? എപ്പോഴും ഇട്ട് നടക്കുന്ന സാധനമൊന്നും അല്ലല്ലോ. അത് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യം നടക്കുവോ? മതിയാവില്ല അച്ഛാ? ആ, നോക്കാം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരായിരുന്നതാ. ഷോപ്പിന്റെ ഫർണിഷിംഗ് പണികളും മറ്റും നടക്കുന്നതുകൊണ്ട് ആകെ തിരക്കായി പോയി. പണി തീരാറായോ? ആ, ഏതാണ്ട് അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാനാ പ്ലാൻ. അച്ഛൻ നിർത്തിയോ? കറികളൊന്നും നന്നായിട്ടുണ്ടാവില്ല. ഏയ്, അങ്ങനൊന്നുമില്ല. നോവൽ വായന കമ്പുണ്ടായിരുന്നെങ്കിലും പാചകമൊന്നും പഠിക്കാൻ മറന്നിട്ടില്ല ലഡോ. എന്നാലും അമ്മയുടെ ആ കൈപുണ്യം കിട്ടിയിട്ടില്ലേ? അത് അമ്മായിയമ്മയെ ഒന്ന് സുഖിപ്പിച്ചതാണല്ലോ. ആ, സത്യം പറഞ്ഞ ആ, കുടുംബകലം ഒന്നും ഉണ്ടാക്കണ്ട വെറുതെ. നമുക്ക് അങ്ങോട്ടിരിക്കാം. ആ, ഇതിനെത്ര വാടക? 500. 500 അത്ര കൂടുതലൊന്നുമല്ല. വീട് മുഴുവനും ഇല്ല, പുറകുവശത്ത് വേറെ പാർട്ടിയാ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബെഡ്റൂം,
ഡൈനിങ് റൂം, പിന്നെ ഈ മുറിയും. അപ്പൊ വാടക ഇത്ര കൂടുതലാ. ആ, വേറൊന്ന് കിട്ടണ്ടേ? ആ, അത് നേരാ. പിന്നെ ഞങ്ങൾ വന്നതേ മഴയുടെ തുടക്കമൊക്കെ ആകാറായി. അതിനു മുമ്പ് മേൽക്കൂരയുടെ പണി തീർത്തില്ലെങ്കിൽ ഇതുവരെ ചെയ്ത പണിയൊക്കെ പാഴാകുന്ന മേശരി പറയണേ. ഊർമിളയുടെ നെക്ലസ് ഒന്ന് കിട്ടുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു തിരിമറി നടത്തായിരുന്നു. അയ്യോ, ഉത്തമേട്ടൻ കടയിൽ പണിക്ക് വേണ്ടി അത് പണയം വെച്ചിരിക്കുകയാണല്ലോ അച്ഛാ. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. പുറത്ത് എവിടെയെങ്കിലും ഒന്ന് പോണമെങ്കിൽ. വേണ്ട, അതൊന്നും വേണ്ട. മോൻ വിഷമിക്കണ്ട. അത് അച്ഛൻ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തോളാം. പെട്ടെന്നൊരു തോന്നലിന് വന്നേ ഉള്ളൂ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. വിഷമിക്കണ്ടെന്നേ, സാരമില്ല. പിന്നെ ഉദ്ഘാടനം അറിയിക്കില്ലേ? അച്ഛൻ എന്താ അങ്ങനെ ചോദിച്ചത്? നിങ്ങൾ രണ്ടാളും കൂടെ വേണം ഉദ്ഘാടനം ചെയ്യാൻ. അവന് വല്ലാത്ത വിഷമമായി. ചോദിക്കണ്ടായിരുന്നല്ലേ? ഏയ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലേ ഇവിടെ തന്നെ ഷോപ്പ് തുടങ്ങാൻ പ്ലാൻ ഇട്ടത് നന്നായി. വരുമാനമുള്ള കച്ചവടമാണോ ഇത്? പിന്നെ ഇലക്ട്രിക് ഷോപ്പ് എന്ന് പറഞ്ഞാൽ മോശ? അയ്യോ, ഞാൻ സഞ്ചി എടുക്കാൻ മറന്നു. ആഹാ. എന്തായാലും താൻ കള്ളം പറഞ്ഞ ശരിയായില്ല. ഒന്നുമില്ലല്ലോ, അച്ഛനും അമ്മയല്ലേ? തള്ളയും പിള്ളയും ഒന്നാണെങ്കിലും വായും വയറും വേറെയാ. ജോലി പോയെന്നറിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഓസിന് ചാപ്പാടടിച്ച് ദഹിക്കുമോന്ന്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. അതൊക്കെ അപ്പോഴത്തെ വിഷമം കൊണ്ട് പറഞ്ഞല്ലേ. മകളുടെ ഭർത്താവിന്റെ ജോലി പോയെന്ന് പറഞ്ഞാൽ ഏത് അച്ഛനായാലും പറഞ്ഞു പോകും. എന്ന് കരുതി ഒരു അത്യാവശ്യം വരുമ്പോ എന്റെ സ്വർണ്ണം ഒന്നും അങ്ങനെ കൈവിട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നന്നായി മോളെ. അച്ഛൻ അങ്ങനെ പറഞ്ഞതിന് അമ്മ മാപ്പ് ചോദിക്കുന്നു. അമ്മേ, നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നു എന്നറിഞ്ഞാൽ മതി. അതാ ഞങ്ങളുടെ സന്തോഷം.